അനിയേ ഇറങ്ങി വാ മതി. അയ്യോ, റെഡിൻ്റെ പണിയായിപ്പോയി. ദേഷ്യം ആരോടെങ്കിലും ദേഷ്യമുണ്ട് അവരെ ഇതിൻ്റെ മണ്ടേ കൂട്ടി കൊണ്ടുവരണം. പാടുണ്ട് കേട്ടോ, നല്ല പാടാണ്. ഈ നട്ടുച്ചക്കൊന്നും ഇതിൻ്റെ മണ്ടേ വരല്ലേ, ഭയങ്കര പാട്. നല്ല ചൂടും. പിന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ ഓർത്തിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ വരുന്നത്. എന്തുവാണ് ഇത്? ഹലോ, ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. നമ്മളിതാ നിൽക്കുന്നത് എവിടെയാണെന്നൊക്കെ ചുട്ടിപ്പാറാണ് നമ്മൾ നിൽക്കുന്നത്. സോ ചുട്ടിപ്പാറയുടെ മണ്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുന്ന് പത്തനംതിട്ട മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചുട്ടിപ്പാറയുടെ വിശേഷങ്ങളായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ മുത്തുമണിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾക്ക് പോകാം. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചുട്ടിപ്പാറയിലോട്ടാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചുട്ടിപ്പാറ ഒന്ന് കയറി കാണണം എന്നുള്ളത്. പത്തനംതിട്ടയുടെ മുഴുവൻ വ്യൂവും ചുട്ടിപ്പാറയുടെ മണ്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് നിങ്ങളിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനലാണെന്ന് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വാ, നമുക്ക് നേരെ ചുട്ടിപ്പാറയുടെ മണ്ടയിലോട്ട് പോവാം. എത്രത്തോളം എനിക്ക് നടന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല. നടന്ന് കയറാൻ പറ്റുന്ന അത്രയും കയറാൻ, കാരണം കുത്തനുള്ള കയറ്റമാണ്. അപ്പോൾ ഇതാ നമ്മളിതാ ചുട്ടിപ്പാറ കാണാൻ വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ കണ്ടോ, ഇത്രയധികം കയറ്റം നമ്മൾ കയറി കഴിഞ്ഞു. ഇനിയും മുകളിലോട്ട് പോകണം. കുന്നായിരിക്കുന്നു. കൂട്ടുകാരൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു കുന്നാണ്, അവിടെ കയറാൻ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നിന്നാണ് കയറിയത്. കാരണം ഒറ്റയടിക്ക് എനിക്ക് കയറാനൊക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറിന് വയ്യാത്തതുകൊണ്ട് ഒറ്റയടിക്ക് കയറാനൊക്കത്തില്ല. കുറേ അധികം നിന്നാണ് നമ്മൾ കയറിയിട്ടുള്ളത്. വലിയൊരു കുന്ന് തന്നെയാണ്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഉച്ച സമയത്തൊന്നും ഒരിക്കലും വരരുത്. നമുക്കിപ്പോൾ ഉച്ച സമയത്തേ ഇവിടെ വരാനുള്ള ടൈം കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉച്ച സമയത്ത് വന്നത്. ഇവിടെ വരുമ്പോൾ ഒരാളും ഉച്ച സമയത്ത് വരരുത്, രാവിലെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. അപ്പം കോടമഞ്ഞൊക്കെ ഉണ്ടാവും. നമുക്ക് കയറുമ്പോൾ വലിയ ക്ഷീണവും കാര്യങ്ങളും അറിയത്തില്ല. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൊരി വെയിലായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞു, മോനെ വെള്ളം മേടിച്ചിട്ട് പോകും മുകളിലോട്ട്, ഭയങ്കര വെയിലായിരിക്കും, അവിടെ തണൽ വളരെ കുറവായിരിക്കും, വെള്ളം മേടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി തണുത്ത വെള്ളം മേടിച്ചു. നമ്മൾ വിചാരിച്ചു കച്ചവടം നടക്കാൻ വേണ്ടി പുള്ളി പറയാമെന്ന്. പക്ഷെങ്കിൽ നടന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതല്ല, ഇത് ഒന്നൊന്നര കയറ്റമാണ്. തണുത്ത വെള്ളമൊന്നും കഴിയില്ലാതെ ഈ ഉച്ച സമയത്തൊന്നും ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന്. ഒരു നല്ല കയറ്റാ. ഇതല്ല, അതാ ചുട്ടിപ്പാറ. എൻ്റെ അമ്മേ, എന്തുവാണിത്? ശരിക്കും വലിയൊരു കയറ്റം കയറിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ എത്തി നോക്കുമ്പോൾ ഇതാ അതിനേക്കാട്ടും വലിയൊരു കയറ്റം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പം 10ാം ക്ലാസ് +1 ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊച്ചു പിള്ളേരിങ്ങനെ കപ്പിൾസായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കും ലവറും പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പല സ്ഥലത്തിരുന്ന് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്കതൊക്കെ ഓർമ്മ വന്നു. നമ്മളിതാ ഇതിൻ്റെ പ്രധാന ഗേറ്റിലൂടെ മണ്ടയിലോട്ട് പോവാണ്, പാറേൻ്റെ മണ്ടയിലോട്ട്. എൻ്റെ അമ്മേ, കൊള്ളാം. കണ്ടോ, ആ ഒരു ഗേറ്റ് കടന്നിട്ടാ നമ്മളിങ്ങോട്ട് കയറി വന്ന്. അയ്യോ എൻ്റെ അമ്മേ, ഊപ്പാട് തീർന്നു ഗൈസ്. നല്ല പണിയുണ്ട് കേട്ടോ ഇവിടെ കയറി വരാൻ. എൻ്റെ അമ്മേ, അമ്മേ, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്.
ഗൈസ് നല്ല പാടുണ്ട് കേട്ടോ, നല്ല പാടാണ്. ഈ നട്ടുച്ചക്കൊന്നും ഇതിനെ മണ്ടേ വരല്ലേ, ഭയങ്കര പാട്, നല്ല ചൂടും. പിന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ ഓർത്തിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ വരുന്നത്. കുറേ അധികം നിന്നിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലാതെ ഒറ്റയടിക്കൊന്നും ഇവിടെ കയറാനൊക്കെ ഇല്ല. ഭയങ്കര പാടായിരിക്കും ഇവിടെ ഒറ്റയടിക്കൊക്കെ കയറാൻ. ഇതെന്തുവാണോ ഇത്? ശബരിമലയോ? ശരി, അയ്യോ ഞാൻ ഇവിടെ വീണ് പോകും കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്തോളാം. ഇവിടെ അയ്യോ റെഡിൻ്റെ പണിയായിപ്പോയി. ദേഷ്യം ആരോടെങ്കിലും ദേഷ്യമുണ്ട് അവരെ ഇതിൻ്റെ മണ്ടയിൽ കൂട്ടി കൊണ്ടുവരണം. അയ്യോ അയ്യോ കുഞ്ഞുങ്ങളെ പ്രണയിക്കുന്നതാ. എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയൊക്കെയായിരുന്നു. എൻ്റെ അമ്മേ നല്ല പാടുണ്ട് കൈ. അയ്യോ 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 ചത്ത്, എനിക്ക് കാലം വെച്ച് കയറാൻ വയ്യേ. അയ്യോ നമ്മൾ ചുട്ടിപ്പാറന്നെ മണ്ടയിലെത്തി. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പള്ളി കണ്ടോ, ഒരു പൊട്ട് പോലെയാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് പത്തനംതിട്ടൊക്കെ ഫുള്ള് കാണും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അനിയേ ബസ് സ്റ്റാൻഡ് കണ്ടോ, അതാ സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടോ, ഒരു പൊടി പോലെയുള്ളൂ. ദൂരെ ഒന്നും കണ്ടോ, പള്ളിയുണ്ടോ, അവിടെ പള്ളിയുണ്ടോ. ഹനി ഏകദേശം ഇവിടെ വന്നപ്പോഴേക്കും ആൾ ഫുൾ ടയർഡായി കിടന്നു. മുകളിലെത്തി കഴിഞ്ഞാൽ വലിയ വിഷയമില്ല, നല്ല തണുത്ത കാറ്റാണ്. പക്ഷേ താഴ്ന്ന് കയറി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല അടാറ് പണി തന്നെയാണ്. അനിയേ ഇറങ്ങി വാ മതി. അവരുടെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ തീരത്തില്ല, നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിൻ്റെ മണ്ടേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ മുത്തുമണികൾക്കും ലവ് യു, ടാറ്റ, ബൈ ബൈ, പ്ലും.